നമസ്കാരം. ന്യൂസ് 18 ഇന്ത്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബിജെപിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ നേർക്കുനേർ പോരാട്ടം തുടങ്ങിയിരിക്കുകയാണ് ശിവസേന. കേന്ദ്രമന്ത്രി നാരായൺ റാണയുടെ അറസ്റ്റിലൂടെ ഇത് ഉദ്ധവ് താക്കറെ വ്യക്തമാക്കുകയും ചെയ്തു. റാണയുടെ അറസ്റ്റ് മറ്റൊരു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ തുടക്കമാണോ? അധികാരത്തിനായി നാരായൺ റാണെ പോകാത്ത പാർട്ടികളില്ല. ശിവസേനയിലൂടെ തുടങ്ങി ഒടുവിൽ ബിജെപിയിൽ എത്തി നിൽക്കുകയാണ് റാണയുടെ രാഷ്ട്രീയം. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പദത്തിൽ വരെ എത്തിയ റാണെ കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോഴാണ് അറസ്റ്റിലാകുന്നത്. മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ കർണത്തടിക്കണമെന്ന പരാമർശമാണ് അറസ്റ്റിലേക്ക് നയിച്ചത്. നാടകീയമായിരുന്നു അറസ്റ്റ്. ചിപ്ലുനിൽ വെച്ച് രത്നഗിരി എസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പാർട്ടി പ്രവർത്തകർക്കിടയിൽ നിന്ന് നാരായൺ റാണെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തി. എഫ്ഐആർ റദ്ദാക്കണമെന്ന ഹർജി അടിയന്തരമായി കേൾക്കണമെന്ന റാണയുടെ ആവശ്യം ബോംബെ ഹൈക്കോടതി നിരസിച്ചതിന് തൊട്ടുപിന്നാലെയാണ് ഇതെല്ലാം സംഭവിച്ചത്. ബിജെപിയുടെ ജൻ ആശീർവാദ് യാത്രയ്ക്കിടെ റായ്ഗഡിൽ വെച്ചാണ് വിവാദ പരാമർശം റാണെ നടത്തിയത്. वॅक्सिन नाही, हे नाही, ते नाही, स्टाफ नाही, डॉक्टर नाही. भयावह परिस्थिती महाराष्ट्राच्या आरोग्य विभागाची होती. मला बोलायचा अधिकार तरी आहे. बाजूला म्हणा एखादा सेक्रेटरी ठेव आणि विचार बोल. त्याविषयी नाही काय. किती वर्ष आली देशाला संस्कृती तिलक महोत्सव काय हे असतो ते कानाखालीच चढवली. 20 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു കേന്ദ്രമന്ത്രിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. രത്നഗിരിക്ക് പിന്നാലെ പൂണെയിലും നാസിക്കിലും റായ്ഗഡിലുമായി 4 കേസുകൾ കൂടി റാണയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്തു. എന്തിനും ഏതിനും വാളെടുക്കുന്ന ശിവസേന പ്രവർത്തകർ റാണയുടെ പരാമർശത്തിലും ശക്തമായാണ് പ്രതിഷേധിച്ചത്. പലയിടങ്ങളിലും ശിവസേന പ്രവർത്തകർ ബിജെപി ഓഫീസുകൾ തകർത്തു. ബിജെപി ശിവസേന പ്രവർത്തകർ ഏറ്റുമുട്ടുകയും ചെയ്തു. ഇതെല്ലാം നടന്ന സംഭവങ്ങൾ. എന്നാൽ ഇതിലേക്ക് നയിച്ചത് റാണയുടെ പരാമർശം മാത്രമാണോ എന്നതാണ് ചോദ്യം. അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ബിജെപി ആരോപിക്കുന്നത്. नारायण राणे जी को कल देर रात न्यायपालिका ने जमानत दी. महाराष्ट्र सरकार का अहंकार, उन्होंने बदले के भाव से जो कार्रवाई की थी उसे एक बहुत बड़ा तमाचा न्यायपालिका ने दिया. और यह पहली बार नहीं हुआ. इसके पूर्व भी कई सारे मामलों में जहां पर महाराष्ट्र की सरकार ने राजगद्दी का गलत उपयोग करते हुए कई लोगों पर बदले के भाव से कार्रवाई की. समय समय पर न्यायपालिका ने उन्हें करारा तमाचा दिया. തള്ളിക്കളയാവുന്ന ഒരു ആരോപണമല്ലിത്. ഉദ്ധവ് താക്കറെ സർക്കാരിലെ മന്ത്രിയായിരുന്ന അനിൽ ദേശ്മുഖിനെതിരായ ഇഡി കേസിനും റെയ്ഡിനുമുള്ള മറുപടിയായാണ് പലരും ഇതിനെ വിലയിരുത്തുന്നത്. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡിന്റെ പേര് ധ്യാൻചന്ദ് ഖേൽരത്ന എന്നാക്കി മാറ്റിയതിനും മഹാരാഷ്ട്ര സർക്കാർ മറുപടി നൽകിയിരുന്നു. അപ്പോൾ റാണയുടെ അറസ്റ്റും രണ്ടും കൽപ്പിച്ചുള്ള ശിവസേന നീക്കമായി തന്നെ വേണം കാണാൻ. पश्चिम बंगाल में किया जा रहा है प्रताड़ित, पश्चिम बंगाल में भी किया जा रहा है. छत्तीसगढ़, झारखंड, महाराष्ट्र और भी राज्य है, लेकिन वहाँ कोई एक्टिविटी नहीं दिख रही क्योंकि वो भाजपा शासित राज्य है. देखिए, कानून जो होता है वो सबके लिए समान है. मिस्टर राणे जी ने कहा कि हम महाराष्ट्र का बंगाल नहीं होने देंगे. देखिए, ये एक बंगाल जैसे क्रांतिकारियों की भूमिका अपमान है, आपको बताना चाहता हूँ. और साथ साथ तो महाराष्ट्र का भी अपमान करना चाहते हैं केंद्रीय मंत्री. जिस मंत्री को उस योगदान की याद नहीं, वो हमें 15 अगस्त क्या है, 26 जनवरी क्या है, वो सिखाना चाहते हैं. പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ ശിവസേന ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു. നാരായൺ റാണെ അറസ്റ്റ് ചെയ്യുന്നതിലൂടെ ബിജെപിക്ക് മാത്രമല്ല
റാണയ്ക്ക് കൂടി ശിവസേന മറുപടി നൽകുകയായിരുന്നു. ബംഗാളിൽ BJPക്ക് കിട്ടിയ തിരിച്ചടി തന്നെയാണ് ശിവസേനയുടെ പ്രചോദനം. ബംഗാളിൽ മമത പയറ്റിയ അടവുകൾ മഹാരാഷ്ട്രയിൽ ശിവസേനയും പയറ്റുകയാണ് BJPക്കെതിരെ. നവ്ജോത് സിംഗ് സിദ്ധുവിന് സംസ്ഥാന അധ്യക്ഷ പദവി നൽകിയിട്ടും തീരുന്നില്ല പഞ്ചാബ് കോൺഗ്രസിലെ പ്രശ്നങ്ങൾ. അമരീന്ദർ സിംഗിനെ താഴെയിറക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ. തുടർഭരണത്തിന് സാധ്യതയുണ്ടായിരുന്ന ഈ സംസ്ഥാനത്തിൽ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിന്റെ പിടിപ്പുകേട് ഭരണം നഷ്ടമാകാൻ ഇടയാക്കുമോ? നവ്ജോത് സിംഗ് സിദ്ധു കോൺഗ്രസിലെത്തിയ നാൾ മുതൽ തുടങ്ങിയതാണ് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗുമായുള്ള തർക്കം. പഞ്ചാബ് മന്ത്രിസഭയിൽ നിന്നടക്കം രാജിവെച്ച് പിണങ്ങി മാറിവരെ നിന്നു സിദ്ധു. അവിടെയും അവസാനിച്ചില്ല കാര്യങ്ങൾ. അമരീന്ദർ സിംഗും സിദ്ധുവും പഞ്ചാബ് കോൺഗ്രസിലെ രണ്ട് ചേരികളായി തിരിഞ്ഞു. പിന്നീട് അങ്ങോട്ട് പരസ്പരം വെട്ടിവീഴ്ത്താനുള്ള നീക്കങ്ങളായി. 2022 തെരഞ്ഞെടുപ്പിനെ നേരിടാനിരിക്കുന്ന പഞ്ചാബിൽ ജയം കോൺഗ്രസിന് അനിവാര്യമാണ്. കർഷക സമരത്തിലൂടെയടക്കം അമരീന്ദർ സിംഗ് നേടിയെടുത്ത അനുകൂല തരംഗം നിലനിർത്താൻ ഹൈക്കമാൻഡ് ഉൾപ്പെടെ സമവായ നയങ്ങൾ കൈക്കൊണ്ടു. നവജോത് സിംഗ് സിദ്ധു പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷനാക്കി. പക്ഷേ കാര്യങ്ങൾ അവിടെ അവസാനിച്ചില്ല എന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തിനടക്കം തലവേദനയാകുന്നത്. അധ്യക്ഷസ്ഥാനം ലഭിച്ചതോടെ അമരീന്ദർ സിംഗിനെതിരായ നീക്കങ്ങൾ കടുപ്പിക്കുകയാണ് സിദ്ധു ചെയ്തത്. 3 മന്ത്രിമാരും 24ഓളം MLA-മാരും മുഖ്യമന്ത്രിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് പഞ്ചാബിൽ. മുഖ്യമന്ത്രി മാറ്റണമെന്നാവശ്യപ്പെട്ട് സോണിയാഗാന്ധിയെ സന്ദർശിക്കുകയും ചെയ്തു. बगावत नहीं है, बगावत इशूज़ दी है। ਆਪਾਂ ਮਲਾਈਆਂ ਖਾਣ ਵਾਲਾ ਇਦਾਂ ਦੇ ਲਫ਼ਜ਼ ਮੈਨੂੰ ਲੱਗਦਾ ਡੈਮੋਕ੍ਰੇਸੀ 'ਚ ਵਰਤਣੇ ਨਹੀਂ ਚਾਹੀਦੇ, ਕਿਉਂਕਿ ਗੱਲ ਪੰਜਾਬ ਦੀ ਆ, ਗੱਲ ਇਸ਼ੂਜ਼ ਦੀ ਹੈਗੀ ਆ। ਗੱਲ ਬਹਿ ਜਾਓ, ਬਹਿ ਕੇ ਡਿਸਕਸ਼ਨ ਕਰ ਲਓ, ਉਹਨਾਂ ਅਫਸਰਾਂ ਨੂੰ ਬੁਲਾ ਲਓ, ਉਹਨਾਂ ਐਕਸਪਰਟਸ ਨੂੰ ਬੁਲਾ ਲਓ। ਆਪਾਂ ਜੀ ਉਦੋਂ ਗਾਂਹ ਨਹੀਂ ਤੁਰਨਾ ਚਾਹੁੰਦੇ, ਕਿਉਂਕਿ ਮੈਂ ਤਾਂ ਕਦੀ ਚਿਹਰਿਆਂ ਦੀ ਰਾਜਨੀਤੀ ਕੀਤੀ ਨਹੀਂ ਹੈ, ਮੈਂ ਤਾਂ ਇਸ਼ੂਜ਼ ਦੀ ਰਾਜਨੀਤੀ ਕਰਦਾ। ਮੈਂ ਤਾਂ 3 ਸਾਲ ਪਹਿਲਾਂ ਕਮਰੇ 'ਚ ਬਹਿ ਕੇ ਵੀ ਦੀਜ਼ ਆਰ ਦਾ ਪ੍ਰੋਬਲਮ, ਇਹਦੇ ਸੋਲਿਊਸ਼ਨ ਵੀ ਆ ਹੈਗੇ ਆ, ਆਪਾਂ ਇੱਧਰ ਨੂੰ ਤੁਰ ਲਈਏ। ਫਿਰ ਚਿੱਠੀਆਂ ਲਿਖ ਕੇ, ਫਿਰ ਤੁਹਾਡੇ ਵਾਲੇ ਪਲੇਟਫਾਰਮ ਤੋਂ ਮੈਂ ਅੱਜ ਵੀ ਕਹਿੰਦਾ, ਮੈਂ ਨਵਜੋਤ ਸਿੰਘ ਸਿੱਧੂ ਦੀ ਜਾਂ ਕੈਪਟਨ ਅਮਰਿੰਦਰ ਸਿੰਘ ਦੀ ਇਹ ਇਸ਼ੂ ਨਹੀਂ ਹੈਗਾ। ਇਹ ਇਸ਼ੂਜ਼ ਤਾਂ ਬੇਸਿਕਲੀ ਪੰਜਾਬ ਦੇ ਇਸ਼ੂਜ਼ ਹੈਗੇ ਆ। ਸਾਨੂੰ ਉਹਦੇ ਤੇ ਸੁਹਿਰਦਤਾ ਨਾਲ ਅੱਗੇ ਵਧਣ ਦੀ ਜ਼ਰੂਰਤ ਹੈ। അമരീന്ദർ സിംഗിന്റെ പ്രവർത്തനങ്ങൾ തൃപ്തികരമല്ലെന്ന് ആരോപിക്കുമ്പോൾ വിരൽ സ്വന്തം നേർക്ക് കൂടി നീളുന്നുവെന്ന് ഇവർ മറന്നുപോവുകയാണ്. മുഖ്യമന്ത്രി എന്ന ഒരാളുടെ മാത്രം പ്രവർത്തനങ്ങൾ മാത്രമല്ല സർക്കാരിനെ വിലയിരുത്തുമ്പോൾ പ്രതിഫലിക്കുന്നത്. ഓരോ മന്ത്രിമാരുടെയും MLA-മാരുടെയും സംഭാവനകളും ഇതിൽ ഉൾപ്പെടും. സിദ്ധുവിനൊപ്പം 24ഓളം MLA-മാരുണ്ടെങ്കിലും ഭൂരിപക്ഷം പേരും മുഖ്യമന്ത്രി അമരീന്ദർ സിംഗിനെ അംഗീകരിക്കുന്നവരാണ് എന്നത് ആശ്വാസകരമാണ്. സിദ്ധുവിന് അധ്യക്ഷ പദവി നൽകിയെങ്കിലും നായകൻ അമരീന്ദർ ആണെന്ന് ദേശീയ നേതൃത്വവും അംഗീകരിക്കുന്നുണ്ട്. मैंने उस दिन भी सबके सामने स्पष्ट किया था कि हम चुनाव में कैप्टन साहब के नेतृत्व में जा रहे हैं, और ये स्थितियाँ इसलिए खड़ी हुई कि कुछ विधायकों को ये शिकायत थी कि उनको टारगेट किया जा रहा है प्रशासन द्वारा, और उनके मन में एक आशंका पैदा हुई। वो मैंने कैप्टन साहब को कहा था कि उसका निराकरण करें करके, और मैं समझता हूँ कि वहीं से कोई बात ऐसी पैदा हुई है। ये मेरी मोटी समझ है। പാർട്ടിക്കുള്ളിൽ കലാപമുണ്ടാക്കുന്നത് സിദ്ധുവിന് ചുറ്റുമുള്ള ഉപദേശക വൃന്ദങ്ങളാണെന്ന ആരോപണം മുൻകാലങ്ങളിലേ ഉള്ളതാണ്. പുതിയ നീക്കങ്ങളോടെ ഉപദേശകർക്ക് നേരെയുള്ള എതിർപ്പ് ശക്തമാവുകയാണ്. എന്നാൽ ഉപദേശകർക്കപ്പുറം സ്വന്തം ഇഷ്ടങ്ങളാണ് സിദ്ധു പ്രാവർത്തികമാക്കുന്നതെന്നാണ് പുതിയ സൂചനകൾ വ്യക്തമാക്കുന്നത്. സിദ്ധുവിന്റെ ഉപദേശകരിൽ ഒരാളായ മാൽവീന്ദർ സിംഗ് മാലിയുടെ രാജി വ്യക്തമാക്കുന്നതും ഈ ഭിന്നതയാണ്. സ്വന്തം ക്യാമ്പിൽ പോലും അതൃപ്തി പുകയുമ്പോൾ അമരീന്ദർ സിംഗിന്റെ ക്യാമ്പിൽ തീയിടാനുള്ള നീക്കങ്ങളാണ് സിദ്ധു തുടരുന്നത്. പഞ്ചാബിലെ അടക്കം സംസ്ഥാനങ്ങളിൽ അധികാരത്തിലെത്തുക എന്നത് കോൺഗ്രസിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്. അങ്ങനെയൊരു ഘട്ടത്തിൽ വ്യക്തി താൽപര്യങ്ങൾക്കപ്പുറം പാർട്ടിക്ക് ഹിതകരമായ പ്രവർത്തനങ്ങൾ നടത്താതെ തിരിച്ചടിയുണ്ടായേക്കാവുന്ന നീക്കങ്ങളാണ് കോൺഗ്രസിൽ എക്കാലവും ഉണ്ടായിട്ടുള്ളത്. അതുതന്നെയാണ് ഇപ്പോൾ പഞ്ചാബിൽ നടക്കുന്നതും.
വിറ്റഴിക്കലിനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. 6 ലക്ഷം കോടി രൂപയുടെ ആസ്തി കണ്ടെത്തുകയാണ് ലക്ഷ്യം. ദേശീയ ധനസമാഹരണ പൈപ്പ് ലൈൻ എന്ന ചെല്ലപ്പേര് നൽകി നീതി ആയോഗാണ് പദ്ധതി തയ്യാറാക്കിയത്. ഇതാദ്യമായല്ല BJP അധികാരത്തിൽ വന്ന ശേഷം പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കാൻ ഒരുങ്ങുന്നത്. റെയിൽവേ അടക്കം സ്വകാര്യവൽക്കരിക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ് ഓരോ വർഷവും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. രണ്ടാം മോദി സർക്കാർ അധികാരത്തിലേറിയ ശേഷം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിട്ടത്. കോവിഡ് വ്യാപനം ഇത് ഇരട്ടിയാക്കി. പ്രതിസന്ധി മറികടക്കാൻ ഓരോ വർഷവും പുതിയ വിറ്റഴിക്കൽ പദ്ധതികളാണ് കേന്ദ്രം ആവിഷ്കരിച്ചത്. ഏറ്റവും ഒടുവിലായി ധനസമാഹരണത്തിന് 6 ലക്ഷം കോടി രൂപയുടെ ആസ്തികളാണ് കേന്ദ്രം വിറ്റഴിക്കാൻ ഒരുങ്ങുന്നത്. Are we selling away the lands? No, this infrastructure national monetization pipeline is talking about brownfield assets which need to be better monetized. 4 വർഷത്തിനകം പൊതുമേഖലയുടെ ആസ്തികൾ പാട്ടത്തിന് നൽകി വികസന പ്രവർത്തനങ്ങൾക്ക് മൂലധനം കണ്ടെത്തുകയാണ് ലക്ഷ്യം. റോഡ്, റെയിൽവേ, ടെലികോം, വിമാനത്താവളങ്ങൾ, ഊർജ്ജ വിതരണം തുടങ്ങിയ 13 സുപ്രധാന മേഖലകളിലെ 20-ലധികം ആസ്തികളിൽ സ്വകാര്യ പങ്കാളിത്തം കൊണ്ടുവരും. കോഴിക്കോട് ഉൾപ്പെടെ 25 വിമാനത്താവളങ്ങളുടെ വിൽപ്പനയിലൂടെ 20,782 കോടി രൂപ സമാഹരിക്കുമെന്നാണ് പ്രഖ്യാപനം. ബജറ്റിൽ പ്രഖ്യാപിച്ച ഏകദേശം 43 ലക്ഷം കോടിയോളം വരുന്ന ആസ്തി വിൽപ്പനയുടെ 14% ഇപ്പോൾ പ്രഖ്യാപിച്ചത്. വെയർഹൌസിംഗ്, ഖനനം, വ്യോമയാനം, തുറമുഖം, സ്റ്റേഡിയങ്ങൾ, നഗരങ്ങളിലെ റിയൽ എസ്റ്റേറ്റ് സ്വത്തുക്കൾ എന്നിവയടക്കം വിറ്റഴിക്കുന്നതിൽ ഉൾപ്പെടും. ഉയർന്ന നിലവാരമുള്ളതും ചെലവ് താങ്ങാനാവുന്നതുമായ സൗകര്യങ്ങൾ സാധാരണക്കാരന് ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് സാന്ത്വനിപ്പിക്കാനും മറന്നില്ല കേന്ദ്ര ധനമന്ത്രി. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ, സാമ്പത്തിക വളർച്ച, ജനക്ഷേമത്തിനായി ഗ്രാമ അർദ്ധനഗര സംയോജനം എന്നിവയാണ് മറ്റു വാഗ്ദാനങ്ങൾ. National monetization pipeline is talking about brownfield assets where investment has already been made, where there is a completed asset which is either languishing or which is remaining not fully monetized or which is remaining underutilized. So by bringing in the private participation into this, you're going to be able to monetize it better, and with whatever resource that you're having obtained through the monetization, you're able to put in further investment into infrastructure building. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള 70 കൊല്ലം രാജ്യത്ത് ഒരു വികസനവും നടന്നില്ല എന്ന് പറയുന്നവർ ചെയ്തത് 70 കൊല്ലത്തിനിടെ ഉണ്ടാക്കിയ ആസ്തികൾ വിറ്റഴിക്കുക മാത്രമാണെന്നായിരുന്നു കോൺഗ്രസിന്റെ മറുപടി. കോൺഗ്രസ് സർക്കാർ സ്വകാര്യവൽക്കരണം നടത്തിയിട്ടുണ്ടെങ്കിലും നഷ്ടത്തിലോടുന്ന, വിപണിയിൽ കാര്യമായി സ്വാധീനം ചെലുത്താത്ത സ്ഥാപനങ്ങളാണ് വിറ്റഴിച്ചതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. हम प्राइवेटाइजेशन के खिलाफ नहीं, हमारा प्राइवेटाइजेशन का लॉजिक था. लॉजिक मैं आपको बता देता हूं. सबसे पहले जो स्ट्रेटेजिक इंडस्ट्रीज हैं उनको प्राइवेटाइज नहीं करा जाता था. इसमें से रेलवेज स्ट्रेटेजिक इंडस्ट्री हम मानते थे. स्ट्रेटेजिक क्योंकि ये हिंदुस्तान की रीढ़ की हड्डी है. स्ट्रेटेजिक क्योंकि ये लाखों करोड़ों लोगों को ट्रांसपोर्ट देती है. स्ट्रेटेजिक क्योंकि इसमें बहुत सारे लोगों को एम्प्लॉयमेंट मिलता है, इसलिए स्ट्रेटेजिक. दूसरी बात, जो इंडस्ट्रीज क्रॉनिकली लॉस मेकिंग होती उनको हम प्राइवेटाइज करते थे. जिन कंपनीज के पास मिनिमल मार्केट शेयर होता था उनको हम प्राइवेटाइज करते थे, और उस सेक्टर में हम प्राइवेटाइज करते थे जहां पे प्राइवेट सेक्टर की मोनोपोली की रिस्क हो. मतलब अगर सरकारी कंपनी मोनोपोली को रोक सके तो हम उसको प्राइवेटाइज नहीं कर सकते. अब यहां पे ये सारे के सारे प्राइवेटाइजेशन मोनोपोली बनाने के लिए करे जा रहे हैं. വിമർശനങ്ങളെ തള്ളുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. കൈക്കൂലി വാങ്ങി രാജ്യത്തെ വിഭവങ്ങൾ വിറ്റുതുലച്ചത് കോൺഗ്രസ് ആണെന്നായിരുന്നു ധനമന്ത്രിയുടെ മറുപടി. That ownership of assets remains with the government. So they're all de-risked assets, no doubt, and the value from the consideration and the private investment which will come into maintaining it, optimally utilizing it, putting it for a larger cost, all this will generate greater value and it will unlock resources for the economy. പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള വാക്പോര് നടക്കുമ്പോൾ അതിശയിപ്പിക്കുന്ന സാമ്പത്തിക നേട്ടത്തിലൂടെ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് വിറ്റഴിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. സ്വകാര്യ വ്യക്തികളുടെയും കമ്പനികളുടെയും കൈകളിൽ ഇവ എത്തിയാൽ
ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കും. സാധാരണ ജനങ്ങൾ ഉയർന്ന വില നൽകി ഇവ വാങ്ങേണ്ട അവസ്ഥ വരും. വിപണിയിലെ ഇടപാടുകൾ വർദ്ധിക്കും. കീശ ചോരുന്നത് മധ്യവർഗങ്ങളിലുള്ളവരുടെയും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരുടേതുമാണ്. ഇത്തരം കുടുംബങ്ങളെ പട്ടിണിയിലേക്കാണ് ഈ നയം തള്ളിവിടുന്നത്. ലഭിക്കുന്ന പണം മുഴുവൻ വിപണിയിലേക്ക് ഇറക്കേണ്ട അവസ്ഥ. സമ്പാദിക്കാൻ ബാക്കിയിരിപ്പുകളില്ലാതെ വരിക. ഇതൊക്കെയാണ് ഈ വിറ്റഴിക്കലിന്റെ പരിണിത ഫലങ്ങൾ. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം ഏറ്റെടുത്തതോടെ അവിടെ നിന്നുള്ള വാർത്തകളും ദൃശ്യങ്ങളും ഒക്കെ ലോകത്താകമാനം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. തെരുവുകളിലൂടെ ഓടുന്ന ജനവും വിമാനത്തിന്റെ ചിറകിനടിയിൽ ഒളിച്ചിരുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച് ജീവൻ നഷ്ടമായവരെയും ഒക്കെ നമ്മൾ കണ്ടു. എന്നാൽ ഇതിനും അപ്പുറം ചില കാഴ്ചകളും കഥകളും ഒക്കെയുണ്ട്. ഇത് ഫരീബ. ഒരു കാലത്ത് താലിബാൻ തീവ്രവാദിയുടെ ഭാര്യയായിരുന്നു ഈ സ്ത്രീ. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഇന്ത്യയിലെത്തിയ ഫരീബ ഡൽഹിയിലെ ഒരു ജിമ്മിലെ പരിശീലകയായി പ്രവർത്തിച്ചു വരികയാണിപ്പോൾ. സാധാരണക്കാർക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു ഒരു താലിബാൻ തീവ്രവാദിയുടെ ഭാര്യയായുള്ള ജീവിതമെന്ന് ഈ വാക്കുകൾ കാട്ടിത്തരും. मैं 14 साल के ताम इराक के रहने वाली है, वो भी अफ़गानिस्तान में है, और मैं एक फैमिली में रहती थी. ज़िंदगी थोड़ा आराम था, और मैं अफ़गानिस्तान में रिवाज ये है कि लड़कियों से शादी के लिए नहीं पूछती है. मैं 14 साल का था, मेरा मजबूरी था, मेरे माँ बीमार था, मैंने शादी को कबूल किया, और मैंने इस लड़के के साथ जो उम्र 20 साल मुझसे बड़ा था, मैंने शादी कर दिया. और आहिस्ता आहिस्ता जब मैंने देखा कि मैं छोटा था, इतना नहीं समझती थी, आहिस्ता आहिस्ता जो मैं बड़ा हो गया, मैंने देखा कि इसके लिए लड़कियों को कोई इज़्ज़त नहीं है, बीवी का कोई इज़्ज़त नहीं. बीवी एक खदमती, काम करो, खा लो, पी लो, चुप रहो. मैंने बोल दिया मैं भी पढ़ाई करती हूँ, कोई बात नहीं, शादी किया. बोल दिया नहीं, पढ़ाई मराई लड़कियों के लिए नहीं. आहिस्ता आहिस्ता हमारा दोनों का 4 लड़की हो गया है. और अफ़गानिस्तान में तलाक़ भी रवाज नहीं कि तुम उठ जाओ तलाक़ ले लो. और फिर और मारना पीटना, गलत बातें शुरू किया. और ये महीने में 10 दिन ये नहीं था. हम नहीं समझती थी कहाँ चलती है, किस लोगों के साथ है, क्या करती है. मेरे साथ आज जो मेरे बेटी फरिश्ता को इसने एक दिन आ गया कि मेरे कर्ज बहुत ज़्यादा हो गया है. ये सब काम करती थी, चरस, तरियाक, शीशा, एरोइन सब काम करती थी. और मेरे बड़े बेटे को दे दिया 5 लाख के वजह पैसे में. और जब मैं बहुत रोती थी, ख़ुद को मार दिया, सब काम किया कि मत करो ऐसा हमारी बेटी के साथ. बोल दिया अगर चुप नहीं रहती हो तो मैं तुम्हारे 3 बेटियों के साथ ऐसा जुल्म करती हूँ. और मैंने चुप किया. इतना भी मैं 50% सोच रही थी कि ये तालिबान के हाथ था, फिर भी बोलती थी इसके मजबूरी था. और एक दिन जब मैं अपनी माँ के घर में था गया, दूसरी बेटी को सुमैया, उसको बोल दिया कि तुम्हारे दूसरी बेटी को दे दिया. दूसरी बेटी को तो जगह भी मुझे पता था फरा है कि सब तालिब फरा से है, वो सब फरा में कोई नहीं चल सकती, मीडिया कोई लोग. और दूसरी बेटी को भी दे दिया 5 लाख के वजह से पैसे में. भी ने कहा शादी नहीं किया, ऐसा दे दिया उन लोगों के हाथ में. जब मैंने झगड़ा किया, एक माँ हो, एक माँ के मेरे हक था कि मैं बोलती हूँ मेरे 2 बेटी का आ गया, क्या हुआ इन लोगों के साथ. फिर उसने मुझे 4 चाकू मारा है. मेरे 2 अंगूठी काम नहीं करती है, मेरे गर्दन, सर और मेरे हाथ पर. और बोल दिया अगर तुम पुलिस के पास चलती हो, मैं हुकूक बशर गया, सज़मान में लल गया. मैं बाहर के लोग से मदद मांग लिया, मीडिया के पास गया, सब उसने कॉल किया कि अगर तुमने चुप नहीं रहती हो तुम्हारे 2 बेटी को भी हम ले चलती हैं.
താലിബാൻ എത്രയൊക്കെ മാറിയെന്നാലും വീണ്ടും അഫ്ഗാനിസ്ഥാനിലേക്ക് മടങ്ങാൻ ഇപ്പോഴും ഫരീബ ഭയക്കുകയാണ്. 26 വർഷത്തിനിടെ ഒരിക്കൽ പോലും ജന്മനാട്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കാത്തതും അതുകൊണ്ട് തന്നെയാണ്. मुझे इतना बोलता है कि मैं इंडिया से बहुत प्यार करती हूँ, इंडिया से हमको इज़्ज़त मिल गया, इंडिया से मुझे क़ुव्वत मिल गया, मैं इंडिया से पढ़ना से सब चीज़ें सीख लिया, मुझे इतना मदद करना है मेरी आवाज़ ऊपर तक, क्योंकि हमको तालिबान पर भरोसा नहीं है। लड़की डरती कोई मीडिया के साथ नहीं आती। एक फरीबा आ गया, फरीबा की आवाज़ को ख़त्म नहीं करेंगे तुम लोग। मैं तुम लोगों से मदद चाहती हूँ और हमको मदद इसलिए चाहती हूँ क्योंकि मेरे पास रिफ्यूजी कार्ड नहीं। मेरे 2 बच्चे की प्रॉब्लम और डिप्रेशन यही रिफ्यूजी कार्ड में। जब कनाडा अमेरिका सब जगह बोलती है कि रिफ्यूजी आ गया, हम भारत से इतना चाहती है कि हेल्प करिए। फरीबा के बातों में ध्यान से सुन लीजिए कि एक माँ क्या किया, कहाँ से क्या आ गया, अभी उसके देश को क्या हो गया। ഫരീബയുടെ ജീവിതത്തിൽ നിന്നും വലിയ വ്യത്യാസമില്ല ഡൽഹി ലാജ്പത് നഗറിലെ ഈ അഫ്ഗാൻ കുടുംബത്തിന്റെ കഥയ്ക്ക്. കാബൂളിന്റെ നിയന്ത്രണം താലിബാൻ ഏറ്റെടുത്ത അന്നാണ് ഇവർ അഫ്ഗാനിൽ നിന്ന് ഇന്ത്യയിലെത്തിയത്. ജീവഭയം കാരണം കയ്യിൽ കിട്ടിയതും എടുത്ത് രക്ഷപ്പെടുകയായിരുന്നു ഇവർ. ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ ശേഷിക്കുന്ന ബന്ധുക്കളെ ഓർത്ത് ആശങ്കപ്പെടുകയാണ്. मैं वहाँ पे रहना चाहती थी, खुश थी मैं, कोई प्रॉब्लम नहीं था, लेकिन इस तरह के हालात आ गए कि हमें बिल्कुल एंड टाइम पे हम लोग बिल्कुल रात को सोए ही नहीं, पूरी रात नहीं सोए। पैकिंग की किसी तरीके से कि हमने निकलना है, कि कुछ भी अगर हो जाए हम लोगों को निकलना पड़ेगा। हालात का कुछ नहीं पता है। हम लोग फ्लाइट में बैठे हुए थे, ऑलमोस्ट 1 घंटा वेट करते रहे। बहुत टेंशन थी कि शायद ये फ्लाइट नहीं जाए। താലിബാൻ ഓരോ പ്രവിശ്യയായി കീഴടക്കി മുന്നേറിയപ്പോൾ ജീവൻ സംരക്ഷിക്കാൻ സൈനിക വാഹനങ്ങളിൽ പലായനം ചെയ്ത അഫ്ഗാൻ സൈനികരുടെ ഭീരുത്വം വാർത്തകളിൽ നിറഞ്ഞിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അഫ്ഗാൻ സൈനികർ പേടിച്ചു മടങ്ങുന്നവരല്ലെന്നാണ് ഒരു മുൻ സൈനികന് പറയാനുള്ളത്. അഷ്റഫ് ഗനിയുടെ പിടിപ്പുകേടാണ് അഫ്ഗാനിസ്ഥാനിലെ നിലവിലെ അവസ്ഥയ്ക്ക് കാരണമെന്ന് പറയാനും ഉമൈദ് മടിക്കുന്നില്ല. میانی پرسان میکنن که شما را گفته که جنگ نکنین. امی سقوطی که افغانستان کرده ایره از بالا امر شده، از بزرگا امر شده که تمام مردم که جنگ نکنین، سلاح خود تسلیم کنین. एक्चुअली में ये जो हुआ है अभी अफ़गानिस्तान जो तालिबान के हाथ में आया है, ये एक्चुअल में गवर्नमेंट की वजह से हुआ है। बिक गया है ऑलरेडी, मतलब ऊपर से ऑर्डर आता है मत लड़ो, छोड़ दो, और वो आके गन के साथ पूरा मतलब गन लेता है। രാഷ്ട്രീയ ഉഭയകക്ഷി ബന്ധങ്ങളിൽ നേതാക്കളും ഭരണാധികാരികളും ശ്രദ്ധ ചെലുത്തുമ്പോൾ ഇങ്ങനെയും കുറെ ജീവനുകൾ ഇന്ത്യയിൽ പോലുമുണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കാറില്ല. അല്ലെങ്കിൽ ഇവരുടെ കഥകൾ നമ്മൾ അറിയാതെ പോകുന്നു. ഇതുപോലെ നിരവധി കുടുംബങ്ങളുണ്ട് ഇന്ത്യക്കും അകത്തും പുറത്തുമെല്ലാം. ബെൽജിയത്തിലെ മെൽസ്ബ്രോക്ക് വ്യോമസേനാ താവളത്തിലെ ടാർമാക്കിലൂടെ ചിരിച്ചുകൊണ്ടുപോകുന്ന ഈ പെൺകുട്ടിയുടെ ചിത്രം പ്രതീക്ഷയുടെ പ്രതീകമാകുമ്പോൾ അതേ ടാർമാക്കിലൂടെ ഒറ്റയ്ക്ക് ബാഗും ചുമന്ന് നീങ്ങുന്ന പെൺകുഞ്ഞ് മറ്റൊരു കഥയാണ് കാട്ടിത്തരുന്നത്. ന്യൂസ് 18 ഇന്ത്യയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.